വാർത്തകൾ തുടരുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷകളിൽ 2 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി. രാജ്യത്തെ എല്ലാ ഹൈക്കോടതികൾക്കും ജില്ലാ കോടതികൾക്കും നിർദ്ദേശം നൽകി. വിവരങ്ങൾ KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, മുൻകൂർ ജാമ്യാപേക്ഷകളിൽ നിന്നും 2 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന് സുപ്രീം കോടതി ഉത്തരവുണ്ട്. രാജ്യത്തെ എല്ലാ ഹൈക്കോടതികൾക്കും ജില്ലാ കോടതികൾക്കുമാണ് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? വളരെ സുപ്രധാനമായ ഒരു നിർദ്ദേശമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് JB പർദേവാല അതോടൊപ്പം തന്നെ R മഹാദേവൻ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് ഈ നിർദ്ദേശം പുറത്തിറക്കിയിട്ടുള്ളത്. മുൻകൂർ ജാമ്യാപേക്ഷകളിൽ 2 മാസത്തിനകം, അതായത് ജാമ്യാപേക്ഷ നൽകിക്കഴിഞ്ഞ ആ തീയതി മുതൽ 2 മാസത്തിനുള്ളിൽ തന്നെ തീരുമാനം ഉണ്ടാകണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. ജാമ്യാപേക്ഷകളിലും മുൻകൂർ ജാമ്യാപേക്ഷകളിലും ഈ നിർദ്ദേശം പാലിക്കണം. 2 മാസത്തിനുള്ളിൽ അത് തീർപ്പാക്കണമെന്നാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത്. എന്തായാലും രാജ്യത്തെ ഹൈക്കോടതികൾക്കും അതോടൊപ്പം തന്നെ കീഴ്ക്കോടതികൾക്കുമാണ് സുപ്രീം കോടതി ഈ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ദീർഘനാൾ ജാമ്യം ലഭിക്കാതെ ജയിലിൽ കിടക്കുന്ന അവസ്ഥ ഒഴിവാക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം. അനുച്ഛേദം 14-നും അതോടൊപ്പം തന്നെ 21-മായി ബന്ധപ്പെട്ട് വ്യക്തി സ്വാതന്ത്ര്യം ഉൾപ്പെടെയുള്ളവ പരിഗണിക്കണം എന്ന കാര്യമാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. എന്തായാലും നിരവധി കേസുകൾ ഈ രീതിയിൽ ഉയർന്നു വന്നൊരു ഘട്ടത്തിൽ തന്നെയാണ് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം എന്നതാണ് ഏറ്റവും പ്രധാനമായി പറഞ്ഞ കാര്യം. വലിയ വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഈ ജാമ്യം ലഭിക്കാതെ വരുന്ന സാഹചര്യത്തിൽ ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ ഒരു നിർദ്ദേശം വന്നിരിക്കുന്നതെന്നാണ് എടുത്തു പറഞ്ഞ കാര്യം. എന്തായാലും ജാമ്യാപേക്ഷകളിലും അതോടൊപ്പം തന്നെ മുൻകൂർ ജാമ്യാപേക്ഷകളിലും വളരെ വേഗം തീർപ്പാക്കണമെന്നാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. 2 മാസത്തിനകം ജാമ്യാപേക്ഷ നൽകി ആ തീയതി മുതൽ 2 മാസത്തിനകം എത്രയും വേഗം അതിൽ തീർപ്പാക്കണം, തീരുമാനം ഉണ്ടാകണമെന്നാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത്. ജസ്റ്റിസ് JB പർദേവാല, ജസ്റ്റിസ് R മഹാദേവൻ എന്നിവരടങ്ങിയ ബെഞ്ചിൻ്റെതാണ് ഈ നിർദ്ദേശം. എന്തായാലും സമീപകാലങ്ങളിലടക്കം നിരവധി കേസുകൾ ജാമ്യം ലഭിക്കാതെ ഉള്ള കേസുകളെല്ലാം തന്നെയുണ്ട്. ഈ ഒരു ഘട്ടത്തിൽ തന്നെയാണ് ഈ നിർദ്ദേശം വന്നിരിക്കുന്നതെന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. അരുണിമ, മുൻകൂർ ജാമ്യാപേക്ഷകളിൽ 2 മാസത്തിനകം തീരുമാനമെടുക്കണമെന്ന സുപ്രീം കോടതി രാജ്യത്തെ എല്ലാ ഹൈക്കോടതികൾക്കും ജില്ലാ കോടതികൾക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവരങ്ങൾ നൽകിയത് KC ഉണ്ണികൃഷ്ണനാണ്.